നമ്മൾ പൂക്കളുടെ കാര്യം പറഞ്ഞപ്പോൾ ഈ പൂവില ഇങ്ങനെ കുതിക്കുകയാണ്. ഓണക്കാലത്ത് ഈ മധ്യ കേരളത്തിലെ നമ്മുടെ എറണാകുളമോ കോട്ടയമോ അങ്ങനെയുള്ള ഇടങ്ങളിലൊക്കെ പൂക്കളം ഒരുക്കാൻ തമിഴ്നാട്ടിലെ ശീലയം പെട്ടിയിൽ നിന്ന് പൂക്കൾ എത്തുന്നുണ്ട്. പൂപ്പാടങ്ങളിലും പൂമാർക്കറ്റുകളിലും ഒക്കെ തിരക്ക് കൂടിക്കഴിഞ്ഞു. മഴ കുറഞ്ഞതിനാൽ ഉൽപാദനം കുറഞ്ഞത് വില വർധനയ്ക്ക് കാരണമായിട്ടുണ്ട് എന്നാണ് വ്യാപാരികൾ പറയുന്നത്. തമിഴ്നാട്ടിലെ ശീലയം പെട്ടിയിൽ പോയി നമ്മുടെ രാഹുൽ സുരേഷ് അവിടുത്തെ പൂക്കളെ കുറിച്ച് റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അതിനാണ് നമ്മളുള്ളത് തേനി ജില്ലയിലെ ശീലയംപെട്ടി എന്ന ഗ്രാമത്തിലാണ്. മധ്യ കേരളത്തിലേക്ക് ആവശ്യമായ പൂക്കൾ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇടങ്ങളിൽ ഒന്നാണ് ശീലയംപെട്ടി. ഇതാ നോക്കൂ, ഇവിടെയുള്ള ചെടികളെല്ലാം ഇങ്ങനെ പൂത്തുലഞ്ഞു നിൽക്കുകയാണ്. ശീലയംപെട്ടിയിൽ വിളവെടുക്കുന്ന പൂക്കളൊക്കെ എത്തിക്കുന്ന ഇവിടെയുള്ള ഈ മാർക്കറ്റുകളിലേക്കാണ്. കർഷകർ വിളവെടുത്ത പൂക്കൾ ഇവിടേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ വിളവെടുപ്പ് ഗണ്യമായി തന്നെ കുറഞ്ഞിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുകയും ചെയ്യുന്നത്. അതിന് കാരണം തമിഴ്നാട്ടിൽ മഴ കുറഞ്ഞതും കേരളത്തിൽ മഴ കുറഞ്ഞതുമാണ്. വ്യവസായം കുറഞ്ഞപ്പോൾ, അതായത് വിളവെടുപ്പ് കുറഞ്ഞപ്പോൾ വിലക്കയറ്റം വലിയ രീതിയിൽ വർദ്ധിച്ചുവെന്നും ഇവിടെയുള്ള ആളുകൾ പറയുന്നു. വെള്ളമില്ല, അത് കാരണം പൂ കുറവാ, തീരെ കുറവാ. ഇപ്പോൾ 1000 കിലോ വരുന്ന സ്ഥലത്തിൽ 1000 കിലോ വരുന്നുണ്ട്. അത് കാരണമായിരിക്കും തികയുന്നില്ല ഓർഡർക്ക്. ഇനിയിപ്പോൾ തന്നെ സംഭവമായിരിക്കും. ഓർഡർ കൂടിയാലിന് സാധാരണ ഇവിടെ ലേലം വെച്ചെടുക്കുക. പണ്ടൊക്കെ അവർ ഫിക്സഡ് റേറ്റ് ഫിക്സ് ചെയ്യും. ഇപ്പോൾ അങ്ങനെയില്ല. മുല്ലപ്പൂ ഇന്ന് 3000 രൂപ പോയി. പൂ കുറവാ, പൂവില്ല. ഓർഡറിൽ നാളെ മുഹൂർത്തമുണ്ട് തമിഴ്നാട്ടിൽ. ചിങ്ങമാസം ആദ്യം മുഹൂർത്തമാണ്. അപ്പോൾ മുഹൂർത്തം കാരണം ഇവിടെ ഓർഡർക്ക് ആൾ പൂ തികഞ്ഞില്ല. പുറകിൽ വരുമോ ഇല്ലെന്ന് ഉറപ്പറിയാത്ത രീതിയിൽ ആൾക്കാർ ലേലം വെച്ചെടുക്കുക. പണ്ട് 3000 രൂപ കൊടുത്താൽ 1 ഗ്രാം സ്വർണം കിട്ടുമായിരുന്നു. ഇന്ന് 1 കിലോ മുല്ലപ്പൂവിന് 3200 രൂപ നൽകണം. പൊന്നും വില പൂവിന് നൽകേണ്ട ഒരു പൊന്നോണമാണ് മലയാളികൾക്ക് ഇത്തവണ വരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ മാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ രാഹുൽ സുരേഷ്, റിപ്പോർട്ടർ തേനി. അപ്പോൾ ശീലയംപെട്ടിയിലെ പൂക്കടകളിൽ നിന്നുള്ള കാഴ്ചകളാണ് നമ്മുടെ രാഹുൽ സുരേഷ് പങ്കുവച്ചത്. അപ്പോൾ ഇതാ ഇനി 2 നാൾ കൂടിയേ ഉള്ളൂ ഉത്രാടപ്പാച്ചിൽ നിന്ന് കാത്തു നിൽക്കേണ്ട. ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്ന് അവധി ദിവസമായതുകൊണ്ട് വലിയ തിരക്കാണ് വിപണിയിൽ എല്ലായിടത്തും.